അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നമ്മുടെ മദ്രസയിൽ ഇപ്പോൾ പുതിയതായി ഉപപാഠക പുസ്തകം വന്നിട്ടുണ്ട്. സ്കൂളിലെ മാർക്കിന് സമാനമായി കുട്ടികൾക്ക് ഈ പുസ്തകത്തിൽ നിന്ന് 10 മാർക്ക് നമ്മൾ നൽകേണ്ടതുണ്ട്. എന്നാൽ ഈ 10 മാർക്ക് എങ്ങനെയാണ് നൽകേണ്ടത്, പരീക്ഷാ സമയത്ത് ഇത് എങ്ങനെ ഉപയോഗിക്കണം, ഇതിനെക്കുറിച്ച് ചെറിയൊരു വിശദീകരണമാണ് ഞാൻ നൽകുന്നത്. ആദ്യമായി എങ്ങനെയാണ് ഒരു പാഠത്തിൽ നിന്ന് കുട്ടികൾക്ക് പ്രവർത്തനം നൽകേണ്ടത് എന്ന് നോക്കാം. നമുക്ക് 6ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠം എടുക്കാം. ഡിജിറ്റൽ കാലത്തെ കുട്ടികൾ. ഈ പാഠം പഠിപ്പിച്ചതിന് ശേഷം വെറുതെ ചോദ്യോത്തരം എഴുതിക്കുന്നതിന് പകരം കുട്ടികൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന്, തുടർച്ചയായി 3 ദിവസം നിങ്ങൾ എത്ര സമയം മൊബൈൽ ഉപയോഗിച്ചു എന്ന് രേഖപ്പെടുത്തി കൊണ്ടുവരിക. അല്ലെങ്കിൽ അതുപോലെ മൊബൈൽ ഉപയോഗം കുറക്കാൻ നിങ്ങൾ എടുക്കുന്ന 3 തീരുമാനങ്ങൾ എഴുതുക. അല്ലെങ്കിൽ പാഠത്തിലെ ആൽഫ ജനറേഷനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതിൽ കുട്ടികളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഉപ്പാപ്പ മുതിർന്നവരോട് സംസാരിച്ച് ഒരു ലഘു അഭിമുഖം തയ്യാറാക്കാൻ വേണ്ടി പറയാം. അതിൽ ചോദിക്കേണ്ട കാര്യങ്ങൾ: മൊബൈൽ ഫോൺ ഇല്ലാത്ത നിങ്ങളുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു, അന്ന് ഒഴിവു സമയം എന്തൊക്കെയായിരുന്നു നിങ്ങൾ കളിച്ചിരുന്നത്, ഇന്നത്തെ കുട്ടിയുടെ ജീവിത രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, തുടങ്ങിയ ചോദിച്ചുകൊണ്ട് ഒരു ലഘു ആയിട്ടുള്ള ഒരു അഭിമുഖം തയ്യാറാക്കാൻ വേണ്ടി പറയാം. കുട്ടികൾ അത് എഴുതിക്കൊണ്ട് വരുമ്പോൾ ആ പ്രവർത്തനത്തിന്റെ നിലവാരം നോക്കി ഉസ്താദുമാർക്ക് 10 മാർക്ക് നൽകാം. കൃത്യമായ സമയത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല ഹാൻഡ് റൈറ്റ് ആണ്, അവരുടെ വിഷയവുമായി നല്ല ബന്ധമുണ്ട് എന്ന് നോക്കി ആ പ്രവർത്തനത്തിന് 10 മാർക്കാണ് നൽകേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ നൽകുന്ന ഈ മാർക്ക് ഒരു കാരണവശാലും സാധാരണ പേന ഉപയോഗിച്ച് കുട്ടികളുടെ പുസ്തകത്തിൽ എഴുതരുത്. ഏറ്റവും നല്ല ഒരു മെത്തേഡായിട്ട് പറയാനുള്ളത്, നമുക്ക് കുട്ടികളുടെ ഈ പേരുകളൊക്കെ എഴുതിയിട്ട് പ്രത്യേക രജിസ്റ്റർ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിപ്പോൾ നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ അതിൻ്റെ PDF വന്നിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ട് കുട്ടികളുടെ പേര് എഴുതിയിട്ട് അതിൽ മാർക്ക് നമുക്ക് എഴുതി വെക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമുക്ക് വരാം. പാദവാർഷിക പരീക്ഷ വരുമ്പോൾ ഈ മാർക്ക് എങ്ങനെയാണ് കണക്ക് കൂട്ടുക എന്നുള്ളതാണ്. നമുക്ക് ആകെ 10 പാഠങ്ങളാണ് ഉള്ളത്. ഒരു മാസം ഒരു പാഠം എന്ന കണക്കാണ്. അതായത് 3ാമത്തെ ഞായറാഴ്ചയാണ് നമുക്ക് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ പാദവാർഷിക പരീക്ഷയാകുമ്പോൾ നമ്മൾ ഏകദേശം 3 മാസമാകും. 3 പാഠങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു കുട്ടിയുടെ ഉദാഹരണം വെച്ച് നമുക്ക് പറയാം. അതായത് ഒരു കുട്ടിക്ക് ആദ്യത്തെ മാസം 7 മാർക്ക് കിട്ടി, 2ാമത്തെ മാസം 9 മാർക്ക് ലഭിച്ചിട്ടുണ്ട്, 3ാമത്തെ മാസം 6 മാർക്ക് കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് കരുതാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 3 മാർക്കും കൂട്ടിയിടുക എന്നുള്ളതാണ്. അപ്പോൾ 7 കൂട്ടണം 9 കൂട്ടണം 6 സമം 22 ആകെ മാർക്കായിട്ട് കുട്ടിക്ക് ലഭിക്കും. ഇനി 22 മാർക്ക് അപ്പോൾ 22 മാർക്ക് ആണ് കുട്ടിക്ക് ലഭിച്ചതല്ലോ. അപ്പോൾ ഈ 22 മാർക്കിനെ നമ്മൾ എത്ര പാഠമാണോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഹരിക്കണം. അതായത് നമ്മൾ 3 പാഠങ്ങൾ എടുത്തിട്ടുണ്ട്, അപ്പോൾ 3 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 22 ഹരിക്കണം 3 ഉത്തരം 7.3. അപ്പോൾ ദശാംശം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് കുട്ടിക്ക് 7 മാർക്ക് നൽകാൻ കഴിയും. ഇവിടെ 0.3 വന്നതുകൊണ്ട് നമ്മൾ 7 തന്നെയാണ് കൊടുക്കുന്നത്. ഇനി 24.5 മേലെ ആണെങ്കിൽ നമ്മൾ ആ പോയിന്റിന് ശേഷം 5 മേലെ ആണെങ്കിലും എന്താ പറയണം, 8 ആക്കി മാറ്റണം. നമ്മൾ നമ്മളുടെ ആചാര പട്ടികയിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം, അത് ഉണർത്തിയത് മാത്രം. പോയിന്റിന് ശേഷം 5ൽ കൂടുതലാണെങ്കിൽ എന്താക്കണം, 1 കൂട്ടി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടിയുടെ പാദവാർഷിക പരീക്ഷയുടെ മാർക്ക് എത്രയാണ്? 7 മാർക്കാണ് കുട്ടിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നേരത്തെ നമ്മൾ ദുറൂസുൽ ഇഹ്സാൻ പരീക്ഷ നടത്തിയിരുന്നത് 50 മാർക്കിനായിരുന്നല്ലോ. എന്നാൽ ഈ പുതിയ മാറ്റം വന്നതോടുകൂടി ഇനി പരീക്ഷയ്ക്ക് 40 മാർക്കേ ഉണ്ടാവുകയുള്ളൂ. ദുറൂസിൽ 40 മാർക്ക് ഉണ്ടാവും, ബാക്കി 50 മാർക്ക് ഈ ഉപപാഠക പുസ്തകത്തിൽ നിന്നാണ് ലഭിക്കുക. അപ്പോൾ ദുറൂസുൽ ഇഹ്സാനിൽ ഒരു കുട്ടിക്ക് എഴുത്ത് പരീക്ഷയിൽ 40ൽ 30 ആണ് കിട്ടിയതെങ്കിൽ അതോടൊപ്പം നമ്മൾ എന്താക്കണം, നമുക്ക് മുമ്പ് മാർക്കായിട്ട് 7 കിട്ടിയിട്ടുള്ളത്, ആ മാർക്കും കൂടി കൂട്ടണം. അപ്പോൾ ആ കുട്ടിയുടെ ടോട്ടൽ മാർക്ക് 50ൽ 37 മാറും. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. എല്ലാ മാസവും പാഠം പൂർത്തിയായാൽ അവർക്ക് വർക്ക് കൊടുക്കുക, മാർക്ക് നൽകുന്ന രജിസ്റ്ററിൽ എഴുതി വെക്കുക. പരീക്ഷ സമയത്ത് എത്ര പാഠമാണോ എടുത്തത് ആ മാർക്കുകളൊക്കെ കൂട്ടിയതിനു ശേഷം പാഠങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ കുട്ടിക്ക് മാർക്ക് എഴുത്ത് പരീക്ഷയുടെ മാർക്കിന്റെ കൂടെ കൂട്ടിക്കൊടുക്കണം. ഈ പുതിയ സംവിധാനത്തെക്കുറിച്ച് ഉസ്താദുമാർക്ക് കൺഫ്യൂഷനൊക്കെ മാറ്റിയിട്ടുണ്ടോയെന്ന് വിചാരിക്കും. കമന്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് ഈ വിവരം മറ്റുള്ള ഉസ്താദുമാരിലേക്ക് എത്തിക്കണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.